സോ ആമസോണിൻ്റെ ഗ്രേറ്റ്നസ് ഫെസ്റ്റിവലിൽ ഐക്യൂയുടെ ഫോൺസിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൈസ് ഡ്രോപ്പ് വരുന്നുണ്ട്. ഞാൻ മെയിൻലി ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ആ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 6 ഫോൺസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രൈസ് ഡ്രോപ്പ് ആകുന്ന 6 ഫോൺസിന് കിട്ടുന്നുണ്ട്. 1 by 1 ആയിട്ട് പറയാം. ആദ്യം ചെറുതുനിന്ന് വലുതിലേക്ക് വരാം. പിന്നീട് പറയാനുള്ളത് ആമസോൺ ആയതുകൊണ്ട് തന്നെ SBIയുടെ കാർഡ്സിലാണ് ഓഫേഴ്സൊക്കെ തന്നെ വരുന്നത്. ഞാൻ ഇവിടെ പറയുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൈസാണ്, അതായത് ബാങ്ക് ഓഫറൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന പ്രൈസാണ് പറയുന്നത്. ഫസ്റ്റായിട്ട് പറയാനുള്ളത് ഐക്യൂയുടെ Z9 Lite 5G എന്ന മോഡലാണ്. ഒരു 10,000 രൂപ റേഞ്ചിൽ വരുന്നൊരു ഫോണാണ്. ഇതിൻ്റെ നോർമലായിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,499 ആയിട്ടാണ് വരുന്നത്. ബട്ട് ഓഫർ പ്രൈസിനാണെങ്കിൽ 9,499 കിട്ടുന്നുണ്ട്. ഏകദേശം 1000 രൂപയുടെ അടുത്തോളം ഡിസ്കൗണ്ട് ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ 90 ഹെർട്സിൻ്റെ ഒരു HD+ LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. 15 MBയുടെ ഡുവൽ ക്യാമറ വരുന്നുണ്ട്. 8 MBയുടെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. Dimensity 6300 എന്ന പ്രോസറാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലായിട്ടുള്ള ഒരു ഐക്യൂയുടെ ഫോണാണ്. സോ അങ്ങനെ ഗംഭീരം എന്ന് പറയാനുള്ളൊരു ഫോണല്ല, എന്നാലും ഐക്യൂ എന്ന ബ്രാൻഡിൻ്റെ ഒരു ഫോൺ ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഫോൺ തന്നെയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഐക്യൂയുടെ Z9 5G എന്ന മോഡലാണ്. അത്യാവശ്യം 20,000 രൂപ റേഞ്ചിൽ ഒരുപാട് സെയിലൊക്കെ നടന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ നോർമലായിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 19,999 ആണ്. ഈ ഒരു ഓഫർ പ്രൈസിൽ 15,999 ഈ ഒരു ഫോൺ കിട്ടുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 15 MBയുടെ ഡുവൽ ക്യാമറ വരുന്നുണ്ട്. 4K ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 16 MBയുടെ സെൽഫി ക്യാമറ, MediaTekൻ്റെ Dimensity 7200 എന്ന പ്രോസർ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഐക്യൂയുടെ ആ ഒരു 20,000 രൂപ റേഞ്ചിലൊരു ഇത് ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോണായിരുന്നു ഈ ഒരു ഫോൺ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ തന്നെ ഒരു പുതിയ മോഡലായിട്ടുള്ള ഐക്യൂ Z9 5G ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫോൺ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഫോണാണ്. ഇതിൻ്റെ നോർമലായിട്ടുള്ള പ്രൈസും 19,999 ആണ്. ഇത് ഓഫർ പ്രൈസിൽ 17,499 കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഫോണാണ്. Z9 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. 120 ഹെർട്സിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. 15 MBയുടെ ഡുവൽ ക്യാമറ വരുന്നുണ്ട്. 16 MBയുടെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. MediaTekൻ്റെ Dimensity 7300 എന്ന പ്രോസറാണ് ഇതിന് വരുന്നത്. 5500 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. അതായത് ബാറ്ററിയും പെർഫോമൻസും കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം, അതുപോലെ തന്നെ ഡിസൈൻ്റെ കാര്യത്തിലും ഒരു വ്യത്യാസം വരുന്നുണ്ട്. അത് മാത്രമേ ഒരു ചേഞ്ച് ആയിട്ട് വരുന്നുള്ളൂ. സോ കുറച്ചും കൂടെ ബെറ്റർ, സെയിം പ്രൈസ് റേഞ്ചാണ്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഫോൺ എന്ന് പറഞ്ഞാൽ ഐക്യൂയുടെ Z9 5G എന്ന മോഡലാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഐക്യൂയുടെ Z9 Pro 5G ആണ്. ഒരു 25,000 രൂപയാണ് ഇതിൻ്റെ നോർമലായിട്ടുള്ള പ്രൈസ് വരുന്നത്. ഈ ഒരു ഓഫർ പ്രൈസിനാണെങ്കിൽ 21,999 രൂപ, 22,000 രൂപ കിട്ടുന്നതായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. 120 ഹെർട്സ് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 15 MBയുടെ ഡുവൽ ക്യാമറ വരുന്നുണ്ട്. 16 MBയുടെ ആണ് സെൽഫി ക്യാമറ. Qualcomm Snapdragonൻ്റെ 7 Gen 3 എന്ന പ്രോസർ വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 25,000 രൂപയ്ക്ക് ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോണാണ് ഐക്യൂ Z9 Pro 5G എന്ന മോഡൽ. അതിപ്പോൾ 22,000 രൂപ കിട്ടുന്നുണ്ട്. സോ നല്ല വേർത്തായുള്ള ഡീൽ തന്നെയാണ്. ഇനി അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ ഐക്യൂയുടെ Neon 9 Pro 5G എന്ന മോഡലാണ്. ഇതിന് നോർമലായിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 36,999 രൂപയാണ്. ഓഫർ പ്രൈസിൽ 31,999 കിട്ടുന്നതായിരിക്കും. സോ നല്ല രീതിയിലുള്ള പ്രൈസ് ഡ്രോപ്പ് ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ക്യാമറ പെർഫോമൻസ് ഒക്കെ തരുന്ന മോഡലാണ്. 144 ഹെർട്സ് വരുന്നൊരു AMOLED ഡിസ്പ്ലേ ഇതിന് വരുന്നുണ്ട്. 15 MBയുടെ ഡുവൽ ക്യാമറ വരുന്നുണ്ട്. റിയറിൽ 8K ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ആണെങ്കിൽ 16 MBയുടെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. Qualcomm Snapdragonൻ്റെ 8 Gen 2 എന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ചിപ്സെറ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5160 mAh ബാറ്ററി, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് തരുന്ന ഒരു ഫോണാണ്. ക്യാമറ ആണെങ്കിലും അതുപോലെ തന്നെ പെർഫോമൻസ് ആണെങ്കിലും ദി ബെസ്റ്റ് ആണ്. ഇനി ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള ഒരു ഐക്യൂ ഫോണാണ് iQOO 12. ഇതിനും അത്യാവശ്യം മോശമില്ലാത്ത നല്ല ഓഫർ വരുന്നുണ്ട്. നോർമലായുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 52,999 ആണ്. ഓഫർ പ്രൈസിനാണെങ്കിൽ 47,999 കിട്ടുന്നതായിരിക്കും. 144 ഹെർട്സ് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. 15 MBയുടെ ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട്. ഇതിലും 8K ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടെലിഫോട്ടോ ലെൻസൊക്കെ ഇതിന് വരുന്നത്. 3x ടെലിഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. 16 MBയുടെ സെൽഫി ക്യാമറ, Qualcomm Snapdragonൻ്റെ 8 Gen 3 എന്ന ലേറ്റസ്റ്റ് പ്രോസർ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ 50,000 രൂപയുടെ ഐക്യൂയുടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. അപ്പോൾ ഈ 6 ഫോണിനാണ് ഐക്യൂവിൽ ദി ബെസ്റ്റ് ഓഫറായിട്ട് തോന്നിയത്. വേറെയും ഒരുപാട് ഫോൺസ് ഉണ്ട്. സോ എനിക്ക് തോന്നിയതിൽ ബെസ്റ്റ് ഫോൺസ്, അങ്ങനെ എല്ലാം ചറവറ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതിൽ ബെസ്റ്റ് ഈ ഫോൺ എന്ന് പറയുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെ ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ്. സോ ഐക്യൂയുടെ ഒക്കെ ഒരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ
ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ SBIയുടെ കാർഡൊക്കെ ഉപയോഗിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രൈസ് ഡ്രോപ്പിൽ നിങ്ങൾക്ക് ഫോൺ വാങ്ങാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഈ ഒരു ഫോണൊക്കെ തന്നെ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം പോയിട്ട് എടുക്കാം. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.